ചെങ്ങായിമാരിന്ന് രാവിലെ നീച്ചപ്പോഴാട്ടോ മദ്രസും ഓഫീസൊന്നും ഇല്ലാന്ന് മനസ്സിലായത്. പിന്നെ ഒന്നും നോക്കില്ല, വണ്ടീൻ്റെ ഉള്ളൊക്കെ ഒന്ന് കുറച്ച് ക്ലീൻ ആക്കാണ്ടേന്, അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞ് അപ്പൊ പിന്നെ രാവിലെ നീച്ചതല്ലേ, ഇന്ന് അമീറാക്കാൻ്റെ റൂമിൻ്റെ അവിടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയിട്ടോ. അവിടെ പോയി മൂപ്പര് നോക്കിയപ്പോൾ മൂപ്പര് അവിടെ എവിടെയും കാണാനല്ല. മൂപ്പര് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തുനിന്ന് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വരുന്നു മൂപ്പര്. അങ്ങനെ അവിടെ മൂപ്പരോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞ കഴിയുന്നപ്പോഴാണ് എനിക്കൊരു ഓർമ്മ വന്നത്. കഫീൽ ഇന്നലെ എനിക്ക് കുറച്ച് തോപ്പ് വന്നീനി, അറബിക്കുപ്പായേ. അത് ഇന്നലെ വാങ്ങി റൂമിൽ വെച്ചിന് കേട്ടോ. പിന്നെ ഞാനത് ഇടാത്തതുകൊണ്ട് എനിക്കതുകൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. അങ്ങനെ അവിടുന്ന് ഇറങ്ങി നേരെ റൂമിൽ പോണത്. റൂമിലെത്തി ഞാൻ നേരെ തോപ്പൊക്കെ എടുത്ത് ഒന്ന് കവറിലൊക്കെ ആക്കി നേരെ വിട്ടിട്ട് എൻ്റെ കമ്പനിക്കാരുടെ അടുത്ത്. ഓനാണെങ്കിൽ ഒരു യമനി ചെക്കനാട്ടോ. ഓന് നമ്മളെ കഫീലിൻ്റെ വീട്ടിലേക്കൊക്കെ പണിയെടുക്കാൻ വരുന്ന ചെങ്ങായ. അങ്ങനെ ഓനെ ഞാൻ കണ്ട്, ഓനവിടെ പണിത്തിരക്കില്ല, വെയിലത്ത് പട്ടി പണിയെടുക്കാനായിട്ട് ചെക്കൻ. ചെക്കന് ഞാൻ കൊടുത്തപ്പോൾ ഓൻ്റെ സന്തോഷം കണ്ടപ്പോൾ എൻ്റെ മനസ്സിനെ നിറഞ്ഞിട്ടോ. പിന്നെ നേരെ വിട്ട് ഞാൻ നേരെ ഉമ്മാൻ്റെ അടുത്തേക്ക്. അങ്ങനെ പിന്നെ അവിടെ ബെല്ലും അടിച്ച് ഞാൻ കുറച്ചു നേരം കാറിൽ നിന്ന് നമ്മളെ ഷോ ഇറക്കിയിട്ട് കുറച്ചു നേരം. ചൊറുക്കൊന്നും പോയിട്ടില്ല മനസ്സിലായി. പിന്നെ നേരെ ആശുപത്രിക്കാട്ടോ പോണത്. അങ്ങനെ ആശുപത്രിയിൽ ഉമ്മാനെ ഇറക്കിയിട്ട് ഞാനവിടെ പുറത്തുകൂടെ കുറച്ചു നേരം നടന്നിട്ടോ. അവിടെ നമ്മളെ നാട്ടിലിരിക്കണവരെ കുറേ ആൾക്കാർ ഇരുന്ന് കഥ പറഞ്ഞ് ഉത്തരക്കുന്നുണ്ട്. അതും കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിന് ഗ്യാസും കുറ്റിയും കുടിച്ച ഒരാൾ വരുന്നേക്കണ്. ഓനക്ക് വീഡിയോ എടുക്കണണ്ടപ്പോൾ ഒരു സന്തോഷം. അതും കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോയി കുറച്ചു നേരം അവിടെ ഇരുന്നിട്ടോ. കുറച്ചു നേരം ഇരുന്നപ്പോൾ ഇതിന് മനസ്സ് മൊത്തം നാട്ടിൽ പോയിക്കണം കേട്ടോ. നാട്ടിൽ പോകാനൊരു പൂതി ചെറുതായി വന്നു തുടങ്ങിക്കണം കേട്ടോ. പിന്നെ അവിടെ ഒറ്റയ്ക്ക് ഇരുന്നാൽ ശരിയാവില്ല അപ്പോത്തിന് എൻ്റെ ഉമ്മ വിളിച്ചിരിക്കണ്. ഉമ്മ വിളിച്ചാണ്ട് നേരെ കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞു പറഞ്ഞു. പിന്നെ നേരെ വണ്ടി എടുത്ത് ഉമ്മാനെ എടുക്കാൻ പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ കാര്യം ഇങ്ങനെ കഴിഞ്ഞിട്ടോ. നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റും ചെയ്തോളിട്ടോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ.